കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപിക്ക് ഇഡിയുടെ ക്ലീൻചിറ്റ്. പോലീസ് കണ്ടെത്തൽ തള്ളി ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. പണം എത്തിച്ചത് ബിജെപിക്ക് അല്ല എന്ന് ഇഡി. കലൂർ PMLA കോടതിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഏറെ വിവാദമായ കൊടകര കുഴൽപ്പണ കേസിലാണ് ഇപ്പോൾ ഇഡി കുറ്റപത്രം ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 23 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം പണം എത്തിച്ചത് ബിജെപിക്ക് അല്ലെന്നാണ് ഇഡി പറയുന്നത്. പോലീസിന്റേതായ അന്വേഷണത്തിൽ ഉള്ള കണ്ടെത്തലുകൾ പാടെ തള്ളിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. ഇതിൽ ഒരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ പണം ഉണ്ടായത്. ഈ പണം ആലപ്പുഴയിലെ ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി കൊടുത്തുവിടുകയായിരുന്നു. ഇയാൾ ധർമ്മരാജ് എന്നയാൾ കൊടുത്തുവിട്ട, അയാളുടെ ഡ്രൈവർ വശം കൊടുത്തുവിട്ട പണമാണ് ഈ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടത്. ഈ പണത്തിന്റെ ഉറവിടം ധർമ്മരാജ് ഇഡിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. 3.56 കോടി രൂപയാണ് ഈ കവർച്ച ചെയ്യപ്പെട്ടത്. പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ തന്നെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകെട്ടിയതായും ഇഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വളരെ വിവാദമായിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. സംബന്ധിച്ച് നേരത്തെ BJP നേതാവിന്റെ അടക്കം തിരൂർ സന്തോഷിന്റെ അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. ഇതാ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ വെളിപ്പെടുത്തലായിട്ട് വന്നിരിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് തന്റെ മൊഴി അടക്കം എടുത്തിരുന്നില്ല എന്നതും ചൂണ്ടിക്കാണിച്ച് പ്രസ്താവനകളടക്കം വിവാദമാകുകയും ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇഡി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 23 പ്രതികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. ഇതിൽ വ്യക്തമാക്കുന്നത് ആലപ്പുഴയിലുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ കൈവശം ധർമ്മരാജ് കൊടുത്തുവിട്ട പണമായിരുന്നു ഇത്. ഈ രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെടുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നത്. ഏറെ ചർച്ചയാകാൻ പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയപരമായും അല്ലാതെയും നിലനിന്നിരുന്നു. ഇപ്പോൾ ഇഡി അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പൂർണ്ണമായും തന്നെ BJP ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കുറ്റപത്രം. പൂർണ്ണമായും സംസ്ഥാന പോലീസിന്റേതടക്കമുള്ള അന്വേഷണങ്ങളെ തള്ളിയിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനടക്കം പ്രതിയായിട്ടുള്ള കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ ആണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലീസിന്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ ഇഡി തള്ളിക്കളയുകയുമാണ്. പണം എത്തിച്ചത് BJPക്ക് വേണ്ടിയല്ല എന്നാണ് ഇപ്പോൾ ഇഡിയുടെ കുറ്റപത്രത്തിലുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലഘട്ടത്തിലായിരുന്നു കർണാടകയിൽ നിന്ന് BJPക്ക് വേണ്ടി പണം എത്തിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പിടികൂടിയ പണം ഇത്തരത്തിൽ വിനിയോഗിക്കാൻ വേണ്ടിയായിരുന്നു എത്തിച്ചത് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ.